ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 36-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 ആണ്. 8ന്റെ ഡിവിസിബിലിറ്റി. അതായത് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പർ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്ക് നമ്മൾ ചെയ്യുന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ്. 8 ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന 3 നമ്പർ ഉണ്ട്, 3 എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ നമ്പേഴ്സ് 8 കൊണ്ട് ഡിവിസിബിൾ ആണോ, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ട്രിക്കിലേക്ക് പോവാം. ഇവിടെ എഴുതിയിരിക്കുന്ന 1168, 3832, അതുപോലെ 21,34,144 ഈ നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഒരു നമ്പർ 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്നറിയാൻ 4 ഡിജിറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള നമ്പേഴ്സിനാണ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്, അതായത് തന്നിട്ടുള്ള നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് ചെക്ക് ചെയ്യാം. ഈ ലാസ്റ്റ് 3 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ആ ഹോൾ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണ് എന്ന് പറയാം. ഒന്നാമത്തെ എക്സാമ്പിളില് 1168 ആണ്. അതിൽ 168 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ടോട്ടൽ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണെന്ന് പറയാം. അപ്പൊ ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെയാണെങ്കിൽ ഈ ഒരു 3 ഡിജിറ്റ് ചെക്ക് ചെയ്യാം, ഇവിടെയാണെങ്കിൽ ഈ ഒരു 3 ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി അല്ലെ. അപ്പൊ വലിയ നമ്പേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ലാസ്റ്റുള്ള 3 ഡിജിറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ഡിവിസിബിൾ ആണെങ്കിൽ ആ ഹോൾ നമ്പർ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. ഇപ്പൊ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 168 ആണ്. നമുക്കറിയാം 168 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണ്. കാരണം 8 16 2 ടൈംസും 8 1 ടൈം 21 ആണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 1168 എന്ത് തന്നെയാണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ 3832 ആണ്. അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മാത്രം നോക്കിയാൽ മതി, ലാസ്റ്റ് ഉള്ള 832 മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ 832 ഡിവൈഡഡ് ബൈ 8 8ല് 1 ടൈം ആണ്, 83ല് 0 ആണ്. 832 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 832ല് ഹൗ മെനി ടൈംസ് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഇവിടെ 0 വരും. 32ല് 4 ടൈംസ് ആണ്, 104 കിട്ടും. അപ്പോൾ 832 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് 104 ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, നമുക്ക് ഈ വലിയ നമ്പർ, അതായത് 3832 എന്ന് പറയുന്ന നമ്പറും 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 7 ഡിജിറ്റ് നമ്പർ ആണ്. എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ലാസ്റ്റ് 3 ഡിജിറ്റ് വരുന്നത് എന്താണ്, 144 ആണ്. അത് മാത്രം നോക്കും. 144 ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ഫുൾ നമ്പറും 21,34,140 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് പറയും. ഇപ്പൊ 144 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 144 ഡിവൈഡഡ് ബൈ 8 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, 8 14ല് 1 ടൈം ആണ്, ബാലൻസ് ഉള്ള 6 ആണ്. 64ല് 8 ടൈംസ് ആണ്, 18 കിട്ടും അല്ലെ. 18 into 8 144 ആണ്. അപ്പോൾ 144 ഡിവൈഡഡ് ബൈ 8 18 ആണ്. അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. Therefore 21,34,144 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണ്. ഇപ്പൊ ഒരു നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുഴുവൻ നമ്പറും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 4 ഡിജിറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള നമ്പർ, കാരണം ലാസ്റ്റ് 3 ഡിജിറ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 3 ഡിജിറ്റ് 2 ഡിജിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് ചെക്ക് ചെയ്യാനേ ഉള്ളൂ. 4 ഡിജിറ്റും അതിന് മുകളിലുള്ള ഡിജിറ്റ് നമ്പേഴ്സും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം നോക്കിയിട്ട് ആ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ, 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8. ഇപ്പൊ സിമ്പിൾ ആണ്, ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി വരുന്നത് വരെ